ഈ പ്രണയത്തിന് എന്താണെന്ന് പറയുക, ഒരു വലിയൊരു തട്ടിപ്പുണ്ട്. നമ്മളത് ഈ കവികളും നമ്മൾ സിനിമാക്കാരെല്ലാം കൂടെ ഇതിനെ ഭയങ്കര കാൽപ്പനികമാക്കി വെച്ചിട്ടുണ്ട്, ഭയങ്കര ഫാൻറ്റസൈസ് ചെയ്ത്. ഭരതം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മുദ്ര ചെയ്യുന്ന സമയത്തോ സിനിമയുടെ വേറൊരു വലിപ്പം എനിക്കറിയില്ല. ഇപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ പ്രസക്തിയെക്കുറിച്ചിട്ടൊന്നും ആ സമയത്ത് അറിയില്ല. നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്നു, അവിടെ ലാലേട്ടനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ളൊരിതാണ്. നമ്മുടെ അലീനയുടെ യങ് വേർഷൻ നിർമ്മല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണോ അത്? അതെ, ഞാൻ ആ കുട്ടീനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ റൈഫിൾ ക്ലബ് ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, ആ സിനിമയ്ക്ക് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. ഐ മീൻ ആസ് ആൻ ആക്ടർ, ശ്യാം പുഷ്കരൻ, ദിലീഷ്, ആഷിഖ്, അങ്ങനെ എല്ലാവരുടെയും ഒരു ആ ടീം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. മമ്മൂക്കിയുണ്ട്, ലാലേട്ടനുണ്ട്, എ ആർ റഹ്മാനുണ്ട്, ഇളയരാജയുണ്ട്, എല്ലാവരും നമ്മുടെ നല്ല കാലമാണ്. അപ്പോൾ ഈ കാലം അടയാളപ്പെടുത്തുന്ന ഇത്രയും പ്രതിഭകളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭയങ്കര ഭാഗ്യമല്ലേ. എല്ലാവർക്കും നമസ്കാരം. ക്ലബ് എഫ് എമ്മിൽ നിന്ന് RJ വിജിത്തയാണ്. നമ്മൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ വിചാരിക്കില്ലേ, അയ്യോ ഈ സിനിമയൊന്നും തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ. അതൊക്കെ റിലീസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് എക്സൈറ്റഡ് ആകും അല്ലേ. ഞാൻ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു സ്ഫടികം. പോയി അപ്പം തന്നെ കണ്ടു. അതുപോലെ എക്സൈറ്റഡ് ആയി നിൽക്കുന്ന മറ്റൊരു സിനിമയാണ് ദേവദൂതൻ. എൻ്റെയൊക്കെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിന്നിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിനെയാണ് ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത്. വിനീതേട്ടാ നമസ്കാരം. അങ്ങനെ ദേവദൂതൻ റിലീസാവാൻ പോവാണ്, റിലീസാവാൻ പോവാണ്. സോ എന്താ ഇപ്പോഴത്തെ ഒരു ഫീല്? എല്ലാം ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഇതൊരു നിയോഗം പോലെയാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. കാരണം സിനിമയുടെ കൃത്യമായിട്ടുള്ള പ്രിൻ്റ് വേണം നമുക്ക് 4K അത് മാറ്റണമെങ്കിൽ, സൗണ്ട് ക്വാളിറ്റി എല്ലാം അങ്ങനെയുള്ള കുറേ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് നമുക്ക് ഒരു സിനിമ നല്ല ക്വാളിറ്റിയിൽ റിലീസ് ചെയ്യണമെങ്കിൽ. പക്ഷേ ദേവദൂതനിൽ അതെല്ലാം സംഭവിച്ചു എന്നുള്ളത് ഭാഗ്യമാണ്. അപ്പോൾ അതിനകത്ത് ഞാനൊരു ഭാഗമായി എന്നുള്ളത് അതിലേറെ ഭാഗ്യമായിട്ട് കരുതുന്നു. മഹേശ്വർ അല്ലേ, മഹേശ്വരൻ മനസ്സിൽ തങ്ങാതെ നമുക്ക് ആ സിനിമ കണ്ടിട്ട് ഇറങ്ങാൻ പറ്റില്ല. അതൊരു വലിയൊരു ക്യാരക്ടറാണ്, അത് കിട്ടിയതും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ദേവദൂതൻ എന്നുള്ള ആ ഒരു സിനിമയിലേക്കുള്ള ആ ഒരു ഇൻവിറ്റേഷൻ ദൂതുമായിട്ട്, ആ ദേവദൂതുമായിട്ട് ഏറ്റവും ആദ്യം ആരാ വന്നേ? സിബി സാറിൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്നത്. സാറ് പറഞ്ഞിട്ട് രഞ്ജിത്തേട്ടനാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ സിബി സാറിൻ്റെ പടത്തിലാണ് ആദ്യമായിട്ട് എൻ്റെ മുഖം, ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്ന പടം പഠിപ്പുരയാണ് പിന്നെ സാറിൻ്റെ, പക്ഷേ ആദ്യമായിട്ട് റിലീസാവുന്ന സിനിമ മുദ്രയാണ്. ഓക്കെ. അപ്പോൾ വലിയ സ്ക്രീനിൽ എൻ്റെ മുഖം ഞാൻ ആദ്യമായിട്ട് കാണുന്ന മുദ്രയിൽ. അപ്പോൾ അന്ന് മുദ്രയിൽ ഒരു സീനിൽ മാത്രമാണ് ഞാൻ അഭിനയിച്ചത്. അപ്പോൾ ആ സീൻ കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് ഈ പറയുന്ന മൊബൈലോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലെ നമ്പർ സിബി സാർ വാങ്ങിക്കാൻ പറയുകയും പിന്നീട് എനിക്ക് സിബി സാറിൻ്റെ കുറച്ചധികം സിനിമകൾ എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടി. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ ദശരഥം ചെയ്തു, അത് കഴിഞ്ഞ് ഭരതം ചെയ്തു. അങ്ങനെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ദേവദൂതൻ ചെയ്യുന്നത്. അപ്പോൾ സിബി സാർ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ഒരു കോൾ, സിബി സാറിനെ കാണണം, എറണാകുളത്തേക്ക് വരണം എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ വന്നു. അന്നൊരു ഓണ സമയമായിരുന്നു. അപ്പോൾ ഞാൻ സദ്യയൊക്കെ കഴിച്ചത് അന്ന് അവരുടെ കൂടെയായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു. ദേവദൂതൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ട്, എനിക്കറിയില്ല ക്യാരക്ടർ എന്താണെന്നറിയില്ല, സിനിമ എന്ത് കഥയാണെന്നുള്ള അറിയില്ല. സിബി സാറിൻ്റെ അടുത്ത് ഞാൻ ആകെ ചോദിച്ചത്, സാർ ഇപ്പം എങ്ങനെ പെട്ടെന്ന് തന്നെ വീണ്ടും ഓർത്തു എന്നുള്ളതാണ്. കാരണം ഒരു 3 years ഗ്യാപ്പ് കഴിഞ്ഞിട്ട്, 3-4 years ഗ്യാപ്പ് ഉണ്ടായിരുന്നു സിബി സാറിൻ്റെ അതിന് മുമ്പുള്ള സിനിമയും ഞാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ സാറ് പറഞ്ഞത് ആ സമയത്ത് എൻ്റെ ഒരു പടം, എൻ്റെ ഒരു ഫോട്ടോ ഒരു മാഗസീനിൽ വന്നിരുന്നു. സാർ അത് കണ്ടപ്പോഴാണ് ഈ ക്യാരക്ടറിന് വിനീത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിയത്, അങ്ങനെയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു ആ സിനിമയിൽ ഞാൻ ഉണ്ടാവുമോ. കാരണം അത് ജസ്റ്റ് ആ ഒരു ക്യാരക്ടർ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിഷൻ പോലെ അവർ ഫോട്ടോ ഷൂട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയത് ഞാൻ അറിയുന്നു. കാരണം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്താണ് കഥ എന്നോ അല്ലെങ്കിൽ ഏതാണ് സിനിമ എന്നോ ഒന്നും അറിയില്ല. ലാലേട്ടനാണ് എന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ലാലേട്ടൻ നായകനായിട്ടുള്ള സിബി സാർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങി എന്നുള്ളത് ഞാൻ അറിഞ്ഞു. മാഗസീൻസിൽ ഫോട്ടോസ് വരുന്നു. അപ്പോൾ എൻ്റെ അതേ കോസ്റ്റ്യൂമിൽ, അന്ന് എൻ്റെ ഫോട്ടോ എടുത്ത കോസ്റ്റ്യൂമിൽ ശരത്തിൻ്റെ ഫോട്ടോ ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ക്യാരക്ടർ ശരത്തായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഒരു വീണ്ടും സാറിൻ്റെ കൂടെ. പിന്നെ അതിനകത്തുള്ള വേറൊരു ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം, ഐ മീൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭരതം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മുദ്ര ചെയ്യുന്ന സമയത്തോ ഈവൻ ദശരഥം ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകനോ അല്ലെങ്കിൽ സിനിമയുടെ വേറൊരു വലിപ്പം എനിക്കറിയില്ല. ഇപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ പ്രസക്തിയെക്കുറിച്ചിട്ടൊന്നും ആ സമയത്ത് അറിയില്ല. നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്നു, അവിടെ ലാലേട്ടനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ളൊരിതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദേവദൂതൻ എത്തുമ്പോഴേക്കും ഞാൻ കുറച്ചുകൂടെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്.
അപ്പോഴേക്കും സിനിമയെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുകയും എന്താണ് ഇവരൊക്കെ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണയിൽ എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ സിനിമ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഞാൻ അതിനകത്ത് ഇല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് അത്യാവശ്യം നല്ല വിഷമമുണ്ടായി. പക്ഷേ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിൻ്റെ ഒരു ഘട്ടത്തിലാണ് എനിക്ക് രഞ്ജിത്തേട്ടൻ്റെ ഇന്ന് കോൾ വരുന്നത്. രജപുത്ര രഞ്ജിത്തേട്ടനാണ് അന്ന് കൺട്രോളറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രഞ്ജിത്തേട്ടൻ വിളിച്ചിട്ട് മോനെ ഊട്ടിയിലേക്ക് വരണം, ഷൂട്ടിംഗാണ്, തുടങ്ങാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. മോനാണ് ഈ പടത്തിലെ നായകൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതെങ്ങനെ സംഭവിക്കും? അപ്പം ഞാൻ അവിടെ എത്തി. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് സിബി സാർ എനിക്കത് നെറേറ്റ് ചെയ്ത് തന്നു. എന്താണ് എൻ്റെ ക്യാരക്ടർ, എന്താണ് ആ സിനിമ. അപ്പോഴാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയത്. കാരണം ഇങ്ങനൊരു ക്യാരക്ടറാണോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലാലേട്ടനെ കാണുന്നത്. ലാലേട്ടൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. ലാലേട്ടൻ ആ സമയത്ത് മെലിഞ്ഞിരിക്കുകയായിരുന്നു, ഭയങ്കര ഫിറ്റായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടനെ കണ്ട് ഹഗ് ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ വീണ്ടും ഇന്നായി, ഐ മീൻ ദേവദൂതനിലേക്ക്. അത് ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ് ആയിരുന്നു. കുറച്ച് ദിവസത്തെ ഷൂട്ടിന് ശേഷമാണ് വിനീതേട്ടൻ്റെ ഒരു എൻട്രി അവിടേക്ക് വരുന്നത്. അങ്ങനെ അതെ അതെ അതെ. ഓക്കെ, ഫുൾ ഷൂട്ട് ഊട്ടിയിലായിരുന്നു. എനിക്ക് തോന്നുന്നത് പൂവേ പൂവേ സോങ് ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ പോർഷൻ ഷൂട്ട് ചെയ്യുന്നത്. അത് സെപ്പറേറ്റ് ആണല്ലോ, ലാലേട്ടനുമായിട്ട് കോമ്പിനേഷൻ ഇല്ല, മറ്റ് ആർട്ടിസ്റ്റുകളായിട്ട് കോമ്പിനേഷൻ ഇല്ലല്ലോ. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ അതിൽ ജയപ്രദ മാം ആണ് അവരുടെ ഒരു നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ, അല്ലെങ്കിൽ അവരുടെ പെയറായിട്ടാണ് വരുന്നത്. അതിൽ അങ്ങനെ കോമ്പിനേഷൻ സീൻസ് അതിലും ഇല്ല. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ആ ലാസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരുന്ന കയ്യിൽ ഒറിജിനൽ ഒരു കൈ കാണിക്കുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ അതെന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് അച്ഛന് വീഡിയോ ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സിനിമകൾ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അന്ന് അച്ഛൻ എന്നെ നിർബന്ധിച്ച് കാണിച്ച, ഞാൻ ഈ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച ആളായതുകൊണ്ട് നിർബന്ധിച്ച് കാണിച്ചൊരു സിനിമയാണ് സാഗർ സംഗമം. അപ്പോൾ അത് ആദ്യം കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എനിക്ക് ആ സിനിമ ഒരു സാധാരണ സിനിമയായിട്ടാണ് ഞാൻ അന്ന് കണ്ടത് ഫസ്റ്റ്. പക്ഷെ പിന്നീട് കുറച്ചുകൂടെ സിനിമ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയ സമയം തൊട്ട് എൻ്റെ റിപ്പീറ്റ് വാച്ചിലുള്ളൊരു സിനിമയാണത്. അപ്പം അതിനകത്തുള്ള ഓരോ ഷോട്ടും എനിക്കറിയാം, ഓരോ സീനും ഡയലോഗ്സും അറിയാം. അത്ര ഞാൻ ഇതാക്കിയൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്തുള്ള ഹീറോ എന്നുള്ള രീതിയിൽ ജയപ്രദ മാഡത്തിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കോള്. അതിൽ മാഡത്തിൻ്റെ എൻ്റെ പേരായിട്ട് ജയപ്രദ മാഡം ആണെന്നുള്ളത് ഞാൻ അറിയില്ലായിരുന്നു. അത് അവിടെ എത്തിയതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സീൻ ഞങ്ങൾ ഒരുമിച്ച് ഇല്ല. അവസാനം ഞാൻ പാട്ടെടുക്കുന്നു എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പാട്ട് ചിലപ്പോൾ ഇതാണ് സോങ് എന്ന് എനിക്കറിയില്ല, അതിൻ്റെ സിറ്റുവേഷൻ എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ വേറെ ആളാണ് വന്നത്. അതും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓക്കെ ഷൂട്ടിംഗ് റാപ്പായി, പാക്കപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി പോസിബിലിറ്റി ഇല്ലയെന്ന് ചോദിച്ചു. പിന്നെയാണ് ഇവർ എന്നെ ചെന്നൈയിലേക്ക് വിളിക്കുന്നത്. അത് ഈ ഒരു സീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം കൈ വരുന്ന സമയത്ത് അതിൽ ശരിക്കും എൻ്റെ മുഖം കാണുന്നില്ല, എൻ്റെ കൈ ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഞാൻ തന്നെയാണ് അത് ചെയ്തത്. എനിക്ക് ഡൗട്ട് ആയിരുന്നു അത് അങ്ങനത്തെ ആ കൈ തന്നെ അല്ലേ. അവിടെയാണ് ഞങ്ങൾ രണ്ടുപേരും, ഐ മീൻ നിഖിൽ മഹേശ്വർ അലീനെ കാണുന്ന പോലെ ഞാൻ ജയപ്രദ മാമിനെ കാണുന്നത്, ഐ മീൻ ഒരുമിച്ച്, അതെ, ഫാൻ ബോയ് ഒരുമിച്ച് സ്ക്രീനിൽ വരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അതാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നത്, അന്നെടുത്ത ഫോട്ടോ ആണ്. അടിപൊളി. അപ്പോൾ വിനീതേട്ടനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം തൊട്ടേ സിനിമയിൽ വന്നു, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റാണ്. ലാലേട്ടൻ, മമ്മൂക്ക ഇവരുടെ ഒക്കെ കൂടെ അഭിനയിച്ചു. പക്ഷേ എന്നാലും ഇപ്പോൾ ഈ ദേവദൂതനിൽ ലാലേട്ടൻ്റെ കൂടെയുള്ള ആ ഒരു സിനിമ വന്നപ്പോൾ കണ്ട സമയത്ത് ലാലേട്ടൻ ചെയ്ത ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നത്? ദേവദൂതനിൽ കേട്ടോ, എല്ലാം നല്ലതായിരിക്കും. ദേവദൂതനിൽ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സിനിമ റിപ്പീറ്റ് വാച്ച് ഉണ്ടായിരുന്നില്ല. ഞാൻ തിയേറ്ററിൽ 2 തവണ കണ്ടിരുന്നു അന്ന്. എവിടുന്നാ കണ്ടേ? ഞാൻ അവിടെ കണ്ണൂർ NS തിയേറ്ററിൽ, അവിടെയാണ് റിലീസായത്. അപ്പോൾ ആദ്യം ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് പോയി, പിന്നെ ഞാൻ തനിച്ചു പോയിട്ട് അങ്ങനെ 2 തവണ ഞാൻ ആ സിനിമ കണ്ടിരുന്നു. അതിനുശേഷം പിന്നെ എനിക്കെന്തോ, ഐ മീൻ ആ ക്യാരക്ടറിൻ്റെ ഒരു ഫീലിൻ്റെ പുറത്താണോ എന്താണെന്നറിയില്ല, ഞാൻ പിന്നെ റിപ്പീറ്റ് വാച്ച് എനിക്ക് ഉണ്ടായിട്ടില്ല അദ്ദേഹം. ഇനിയിപ്പോൾ വീണ്ടും വരുമ്പോഴാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അന്ന് കാണുന്ന സമയത്ത് എനിക്ക് അദ്ദേഹം ഈ 7 ബെൽസിൻ്റെ അടുത്തേക്ക് വരുന്നൊരു സീക്വൻസ് ഉണ്ട്. അതിനകത്ത് ആ മ്യൂസിക് കേട്ടിട്ട് ആ സീക്വൻസിലുള്ള ലാലേട്ടനെ എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ആ ബിഗിനിങ് എന്തൊരു മഹാനുഭാവലു, അയ്യോ അതെന്താണെന്നറിയോ, ഈ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ലാലേട്ടൻ അത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്ന് അറിയില്ല, അത് നമ്മൾ പറയില്ല. അത് ഞാൻ സിബി സാറിൻ്റെ അടുത്ത് തന്നെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ സിബി സാറിനെ ഒരു തവണ എനിക്ക് പേഴ്സണൽ ഒരു ടോക്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ദശരഥ എന്ന് പറയുന്ന സിനിമയിൽ എൻഡ് ഷോട്ട് ആ ഡയലോഗിൽ ആ ആക്ടറിൻ്റെ മുഖത്ത് ഫ്രീസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് അത് ഡയറക്ടറിൻ്റെ ഒരു കോളാണ്.
അതങ്ങനെ തീരുമാനിക്കുക എന്ന് പറയുന്നത് ആ ആക്ടറിൻ്റെ പുറത്തുള്ളൊരു കോൺഫിഡൻസും അതെന്തൊരു മൊമെൻ്റാണ്. അങ്ങനെയുള്ള ചില മൊമെൻറ്റ്സുകൾ ലാലേട്ടൻ തരുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ്. അപ്പോൾ അത് ദേവദൂതനിൽ ഉടനീളം കാണാം. അദ്ദേഹം വിശാൽ കൃഷ്ണമൂർത്തിയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വിജിത ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഷോട്ട് നിന്ന് എടുത്ത് പറയാനില്ല, എല്ലാം ഭയങ്കര രസമായിട്ട്. എനിക്ക് അതിൻ്റെ തുടക്കത്തിൽ നമ്മളിപ്പോൾ എന്തിലേക്കാണ് ഈ സിനിമ പോണത്, അല്ലെങ്കിൽ ഏത് ആളിലേക്കാണ് പോണേന്നുള്ളൊരു ഹിൻഡ് പോലെ അദ്ദേഹം പറയുന്നുണ്ട്. കൃഷ്ണമണിയിൽ സംഗീതത്തിൻ്റെ പ്രകാശം സൂക്ഷിച്ച ഒരു മഹാരാജാവിൻ്റെ കാലടി, അത് കേൾക്കാം എന്നാണ് അദ്ദേഹം അതിൽ പറയണത്. പിന്നീടാണ് നമ്മൾ ഈ മഹേശ്വരിലേക്കൊക്കെ ഇങ്ങനെ ഒരു, അപ്പോൾ ഇതിലുള്ള കുറേ ഡയലോഗുകൾ മഹേശ്വർ എന്നുള്ളൊരു വ്യക്തിനെ എങ്ങനെ വർണ്ണിക്കുന്ന സംഭവങ്ങളാണ്. ഈ മഹേശ്വർ ആരാണ്? ഞാനാണ് അല്ലേ? അങ്ങനെ ഒരു ഫീല്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വലുപ്പവും ഡെത്തൊക്കെ തിരിച്ചറിയാൻ ആ സിനിമ ഇറങ്ങിയ സമയത്ത് പറ്റുമായിരുന്നോ, അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തോ? എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അറിയുന്നില്ലായിരുന്നു ഇത് എന്നെക്കുറിച്ചിട്ടാണ് പറയുക. ഐ മീൻ എൻ്റെ ക്യാരക്ടർ നിഖിൽ മഹേശ്വറിനെ കുറിച്ചാണ് പറയുന്ന അറിയില്ല. അപ്പോൾ ഞാൻ ഇത് ആരെക്കുറിച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ പോയി ഒരു പോയിന്റിലാണ് ഇത് എൻ്റെ ക്യാരക്ടറാണല്ലോ, ഐ മീൻ ഞാനാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരുന്നത് അന്ന് കേട്ടോ. അന്ന് സിനിമ കാണുമ്പോൾ നമ്മൾ ആ ഷൂട്ടിങ് കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു അന്ന് പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ അധികം സമയം എടുക്കില്ലായിരുന്നു. അപ്പോൾ അധികം വൈകാതെ തന്നെ തിയേറ്ററിൽ എത്തിയൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ഇമോഷനും ഫീലൊക്കെ ഉണ്ട് എൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഇതിങ്ങനെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ അന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഏറ്റവും എക്സൈറ്റഡ് ആയ ഒരു പോയിൻ്റ് ആയിരുന്നു ഈ എൻജീവനെ സോങ്ങിൽ ഈ അലീനയുടെ ഹമ്മിങ് വരുമ്പോൾ. അത് കാരണം ഒരു പ്രസൻസ് അല്ലേ നമ്മുടെ, അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് സിബ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഓഡിയോ മിക്സിങ്സ് കാറ്റ് വരുന്നു, അത് കഴിഞ്ഞ് കുതിരവണ്ടി വരുന്നു, അതിൻ്റെ സറൗണ്ട് മിക്സും ഗംഭീരമാണ്. ശ്രീധർ സാറാണ് മിക്സ് ചെയ്തത്. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ മൊമെന്റ്സ് സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഇതാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ചെയ്തു വെക്കുന്നതിനപ്പുറത്ത് സിബ്സാർ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കാരണം സിനിമ എപ്പോഴും എന്താണെന്നൊരു ആക്ടറിനേക്കാൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആക്ടറിനേക്കാൾ അതിൻ്റെ റൈറ്ററും അതിൻ്റെ മേക്കറും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിലേക്ക് ആക്ടർ വരുമ്പോൾ അവരുണ്ടാക്കി വെച്ചതിൻ്റെ വലിപ്പമാണ് ആക്ടറിന് കിട്ടുന്നത്. അത് എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വടക്കൻ വീരാഗത എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. വടക്കൻ വീരാഗതയുടെ ഏറ്റവും വലിയ ഈ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം എന്ന് പറയുന്നത് MT സാറും ഹരിഹരൻ സാറുമാണ്. MT സാറിൻ്റെ വാക്കുകൾ ആ ക്യാരക്ടറിനെ അങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. ഹരിഹരൻ സാർ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് സിബി സാർ ഇപ്പോൾ ഭരതം ചെയ്യുമ്പോഴും അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ കോമ്പോയിൽ എനിക്ക് ലാലേട്ടൻ സിബി സാർ കോമ്പോയിൽ എനിക്ക് ഇങ്ങനെ 3 സിനിമകൾ, അത് 3 ഗംഭീര സിനിമകളാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റിയ 3 സിനിമകൾ. അപ്പോൾ ഇപ്പോൾ ഭരതായാലും ദശരഥായാലും ദേവദൂതനായാലും ഇതൊക്കെ എപ്പോഴും ഞാൻ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, അത് മലയാളത്തിലെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലുണ്ടായ വളരെ മനോഹരങ്ങളായ സിനിമകളാണ്. ഇപ്പോൾ ദേവദൂതൻ റിലീസിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഓഡിയോ ലോഞ്ചും കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മുടെ അലീനയുടെ യങ് വേർഷൻ നിർമ്മല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണോ അത്? അതെ, അത് ചെന്നൈയിൽ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവരുടെ ഫേസ് അത്ര കറക്റ്റായിട്ട് കാണാനൊന്നും ആ പാട്ടിൽ എങ്ങനെ നോക്കിയാലും വൃത്തിക്കുള്ള ആംഗിളുകളാണ് വെച്ചിരിക്കുന്നത്. കാരണം ആൾക്ക് നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ ജയപ്രദ മാമിൻ്റെ ഒരു യങ് വേർഷനാണ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ദൈവമേ ഇത്രയും വലിയൊരു സംഭവം ചെയ്തു വെച്ചിട്ട് ആ ആൾക്ക് അങ്ങനെ ഒരു ഫേസ് അത്ര റെക്കഗ്നീഷൻ ആയില്ലല്ലോ. അതെപ്പോഴെങ്കിലും ആ കോ ആക്ടിങ് ടൈമിലോ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ എപ്പോഴെങ്കിലും കണ്ടിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ആ വ്യക്തി? ഞാൻ ആ കുട്ടീനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് അവർ ആ സമയത്ത് സീരിയലിലൊക്കെ, കാരണം ഈ സോങ് ഷൂട്ട് ചെയ്യാൻ ലേറ്റ് ആയതിൻ്റെ റീസൺ തന്നെ ജയപ്രദ മാമിൻ്റെ ഒരു സിമിലർ ലുക്കുള്ളൊരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സിബി സാർ കുറേ നോക്കിയിരുന്നു. അങ്ങനെ ഫൈനലി ആണ് ഈ കുട്ടിയിലേക്ക് എത്തുന്നത്. പിന്നെ ആ കുട്ടിയെ കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ ഓഡിയോ ലോഞ്ചിലൊന്നും വന്നിട്ടില്ല. ഇല്ലല്ലേ? അപ്പൊ നമുക്ക് ആ അലീനെ മിസ്സിംഗ് ആണ്. ഈ 2 ക്യാരക്ടേഴ്സ് അലീനയാണെങ്കിലും മഹേശ്വരാണെങ്കിലും അവരുടെ ആ ഒരു ബോണ്ടിങ്, ആ ഒരു ലവ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ പാട്ടിലൂടെ തന്നെയാണ്, കരളെ നിൻ കൈപിടിച്ചാൽ. അപ്പോൾ അതിൻ്റെ ഓരോരോ നമ്മളിപ്പോൾ വെറുതെ അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്താൽ അതൊരു ഫ്രെയിമാണ് അല്ലേ? കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ്. കാരണം ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നൊരു കുന്നിൻപുറ, അവിടെ നിങ്ങൾ നിൽക്കണു, വേറെ ഒന്നുമില്ല, ആകാശവും കുന്നും നിങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ കുറേ സില്ലൗട്ട്സുകളുണ്ട്. അതെ, അത് ആക്ച്വലി നമ്മുടെ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഊട്ടിയിലാണ് ആ ക്ലൈമറ്റ്, ആ ടൈം. പിന്നെ സന്തോഷ് തുണ്ടിയിൽ എന്ന് പറയുന്ന വളരെ പ്രസക്തനായിട്ടുള്ള, നമ്മുടെ ഹിന്ദിയിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള, അത്രയും അദ്ദേഹം വളരെ, എനിക്കൊന്ന് 1-2 സിനിമകളെ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും കൂടെ അതിനകത്തുണ്ട്. പിന്നെ ആർട്ട്, അതിനങ്ങനെ എല്ലാം അതിനകത്ത്, കോസ്റ്റ്യൂംസ് എല്ലാം സപ്പോർട്ടീവായിരുന്നു. എന്താണെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറേ ഫോട്ടോസാണത്. അത് എങ്ങനെ ക്ലിക്ക് ചെയ്താലും ഭംഗിയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ ഈ പാട്ടിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം, നിങ്ങളുടെ ഒരു സന്താ സഹചാരിയാണല്ലോ കുതിരവണ്ടി. അപ്പോൾ ഈ പാട്ട് തുടങ്ങുമ്പോൾ കുതിരവണ്ടി ഓടിക്കുന്നത് നമ്മുടെ അലീനയാണ്. അപ്പോൾ അലീനയ്ക്ക് കുതിരവണ്ടി ഓടിക്കാൻ അറിയായിരുന്നോ, അതോ ആ പേടി തോന്നിയിരുന്നോ ബാക്കിലിരിക്കുന്ന നേരത്ത്? നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, ആ കുട്ടി ഒന്നാമത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുന്നും, പിന്നെ ആള് കുറച്ച് എന്താ പറയുക, നമ്മളുടെ ആ സെറ്റിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഡിഫറെൻ്റായിട്ട് തോന്നിയൊരു കുട്ടിയായിരുന്നു നിർമ്മല. നിർമ്മലയുടെ പെർഫോമൻസ്, നമ്മൾ സ്ക്രീനിൽ കാണുന്നതും പിന്നെ അതല്ലാതെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണല്ലോ ആ കുട്ടിയെ അവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ കുറച്ച് എന്താ പറയുക, ഇച്ചിരി ഹൈ ആയിരുന്നു പുള്ളിക്കാരി മൊത്തത്തിൽ സംസാരിക്കുന്നതിലും എല്ലാം. അപ്പോൾ ഞാൻ ഈ കുതിരവണ്ടിയിൽ ഞാനിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ നന്നായിട്ട് അന്ന് പേടിച്ചിരുന്നു. പക്ഷേ എല്ലാം നന്നായിട്ട് വന്നു. കുറച്ച് നായ്ക്കളുടെ കടിയൊക്കെ കൊള്ളേണ്ടി വന്നു. കുതിരവണ്ടി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല? ഇല്ല, കുതിരവണ്ടി പ്രശ്നമൊന്നും. ഇതിലിപ്പോൾ മഹേശ്വർ അന്ധനായിട്ടുള്ള ഒരാളാണ്, അപ്പം കൂടുതലും കണ്ണ് മേലേക്ക് അല്ലേ, അങ്ങനെ അത് ഡയറക്ടർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്? കാരണം എന്താ പറയുക, ഞാൻ ആ ഫസ്റ്റ് സെറ്റിൽ ചെല്ലുന്ന സമയത്ത് എനിക്കറിയില്ല ഞാൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒന്നും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് ഞാനിങ്ങനെ നടന്ന് അലീനയുടെ ഓർമ്മയിൽ ഞാൻ തട്ടി വീഴുന്നൊരു സീനുണ്ട്, അതാണ് ഫസ്റ്റ് എടുത്ത ഷോട്ട്. അപ്പോൾ അപ്പോഴാണ് സിബി സാർ ഈ ക്യാരക്ടർ പറഞ്ഞു തരുന്നതും. അപ്പോൾ ബ്ലൈൻഡ് ആണെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലുള്ള കുറേ ബ്ലൈൻഡ് ആളുകളെയും ക്യാരക്ടേഴ്സിനെയൊക്കെ ഞാൻ മനസ്സിലാലോചിച്ചിരുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എങ്ങനെയാണ് വേണ്ടത്? അപ്പോൾ സിബി സാർ വളരെ സൗമ്യമായിട്ട് ക്യാരക്ടർ പറഞ്ഞു തരുന്ന, അങ്ങനെ നമുക്ക് ഫീഡ് ചെയ്യുന്നൊരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു, ഇങ്ങനെയായിരിക്കും അയാൾ നടക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. പിന്നെ സിനിമ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കൃത്യമായിട്ട് രഘുചേട്ടൻ അത് എഴുതി വെച്ചിട്ടുണ്ട്, രഘുനാഥ് പലേരി. അത് കൃത്യമായിട്ട് മഹേശ്വർ ഇങ്ങനെയായിരിക്കും, അയാൾ നോട്ടം ഇങ്ങനെയായിരിക്കും, തല ഉയർത്തിയിട്ടായിരിക്കും നടക്കുക. അപ്പോൾ അതൊക്കെ സിബി സാറാണ് എന്നെ ഫീഡ് ചെയ്തത്. പിന്നെ ഞാൻ ലെൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് ഇപ്പം നേരത്തെ കുതിരയുടെ ചോദിക്കുമ്പോൾ നമുക്ക് സിനിമ തരുന്നൊരു ധൈര്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പട്ടികളുടെ സീനും എല്ലാം നമുക്ക്. കാരണം കുതിരേനെ ഞാൻ പിടിച്ച് നടക്കുന്ന കുറേ സീക്വൻസുകളുണ്ട് ആ പാട്ടിൽ. അപ്പോൾ അതെല്ലാം ആ ധൈര്യത്തിന് പുറത്ത് സിനിമ നമുക്ക് തരുന്നൊരു ധൈര്യമാണ്. അപ്പോൾ ഈ ബ്ലൈൻഡായിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് മെൻ്റലി അന്ന് ഫീൽ ചെയ്തിരുന്നത്, ഞാൻ കാണുന്നില്ലായിരുന്നു. നമ്മൾ മുകളിലോട്ടാണ് നോക്കുന്നതെങ്കിലും എനിക്ക് സത്യത്തിൽ ഒന്നും കാണാത്ത പോലെയായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നീട് സിനിമ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് പിന്നെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് സ്വയം നടന്നിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ബ്ലാങ്ക് നമുക്കത് ഫീൽ ചെയ്തിരുന്നു, അത് ഉള്ളിൽ അങ്ങനെ തോന്നിയിരുന്നു. അത് ശരി. ത്രൂ ഔട്ട് ശരിക്കും നമുക്കൊരു ഭയങ്കര സൂപ്പർ നാച്ചുറൽ, നമ്മുടെ വിശാൽ കൃഷ്ണമൂർത്തി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ആണ് മൊത്തത്തിൽ ആ സിനിമ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ ഇങ്ങനെ ആരോ വിളിക്കുകയാണ്. ഇങ്ങനൊരു സൂപ്പർ നാച്ചുറൽ പവർ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശക്തി നമ്മളെങ്ങനെ? പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഇങ്ങനെ പേടിയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, നമ്മൾ അങ്ങനെയാണല്ലോ കഥകളൊക്കെ കേട്ടിട്ടുള്ളത്, അങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ എൻ്റെ സ്കൂളിൽ ഞങ്ങളുടെ അവിടെ ഹെഡ് ടീച്ചറിൻ്റെ മുറിൻ്റെ അകത്ത് ഇതേപോലെ ഒരു സ്കെൽട്ടൺ ഉണ്ടായിരുന്നു, വലിയ ഇതിനകത്ത് ഫ്രെയിമിനകത്ത്. അപ്പോൾ അതൊക്കെ അറിയാതെ എങ്ങാൻ ടീച്ചറുടെ മുറിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്ത് നോക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും അന്ന് സ്കൂൾ ടൈമിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പേടിയുള്ളൊരു പ്രായം വരെ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ വായനയും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളൊരു തോന്നലും, പിന്നെ എന്തെങ്കിലും അങ്ങനെ പേടിയുള്ളൊരു ഇത് തോന്നൽ അല്ലെങ്കിൽ ഒരു നിഴൽ കണ്ടാൽ ഞാനത് എന്താണെന്ന് ക്ലാരിഫൈ ചെയ്യും. അത് ലൈറ്റ് അടിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കി അടുത്ത് പോയി കണ്ട് ഉറപ്പിച്ചിട്ട് ധൈര്യം വരുത്തുക. അങ്ങനെ ഒരു പ്രായം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ അതല്ലാതെ ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് സൂപ്പർ നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ഡ്രീംസിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സ്വപ്നത്തിൽ അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് ഓർമ്മ കിട്ടാത്ത രീതിയിൽ പിന്നീട് അത് സംഭവിക്കുമ്പോൾ ഇത് ഞാൻ അന്ന് കണ്ടതല്ലേ, അങ്ങനെയുള്ള ചില കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ചില മൊമെന്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ ഇല്ല. ഈ സ്കെൽട്ടൺ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതല്ലാതെ, പക്ഷെ അതുപോലും സിബി സാർ അങ്ങനെ ഒരു, ഈ സിനിമയിൽ എന്താ പറയുക, നമുക്ക് പേടിപ്പിക്കാൻ ഭയങ്കര എളുപ്പം എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ ടെക്നിക്സ് വളരെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം.
പക്ഷേ ഇത് വളരെ അപൂർവമായിട്ട് അതിൻ്റെ ഒരു ലെയർ മാത്രമേ ദേവദൂതനിലുള്ളൂ. ബാക്കിയെല്ലാം അതിനകത്തുള്ള റൊമാൻസ് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഒപ്പം സംഗീതവും ഈ കരളേന്നിൻ കൈപ്പിടിച്ചാന്നുള്ള പാട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമല്ലോ അല്ലേ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അപ്പം ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു ഇത് വേറെ ലെവലിലേക്ക് പോകാനുള്ള പാട്ടാണെന്നുള്ളൊരു ഉള്ളിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അന്ന്? ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. നമ്മൾ ആ പാട്ട് അവിടെ റിപ്പീറ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ലിറിക്സ് ഫോളോ ചെയ്യുമ്പോഴും ആക്ച്വലി നമ്മൾ ഓഡിയോയിലുള്ള ഒരു ചരണം നമ്മൾ ഷൂട്ട് ചെയ്തില്ല. അത് നമുക്ക് അത്രയും ലെങ്ത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ സിബിസാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സാർ അത് നമുക്ക് നല്ല വരികളായിരുന്നു. മിഴികൾ എന്തിനാണ് വേറെ തരളമീ കരങ്ങളില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഷൂട്ട് ചെയ്തിരുന്നില്ല. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആ ഇമോഷൻ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. എല്ലാ വരികളും ഗംഭീരമാണ്. അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്യുമ്പോഴേ നമുക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ഭയങ്കര ഭാഗ്യമല്ലേ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മ്യൂസിക് കോമ്പോസിഷനിൽ ദാസേട്ടൻ്റെ ശബ്ദത്തിൽ നമുക്കത്. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ലിപ്സിങ്ക് ചെയ്തിട്ട് പാടി അഭിനയിക്കുന്നത് ഇതേ കോമ്പിനേഷനിലാണ്, സിബിസാർ ലാലേട്ടൻ കോമ്പിനേഷനിൽ. ഭരതത്തിൻ്റെ എൻഡ് സ്ക്രോള്, ക്രെഡിറ്റ് സ്ക്രോള് പോകുന്നത് വനിപ്രസാദം നിറയും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കീർത്തനത്തിലാണ്. അപ്പോൾ അത് ലാലേട്ടൻ എനിക്ക് പാടിത്തരികയും ഞാനത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് ആദ്യമായിട്ട് ഞാൻ അങ്ങനെയാണ് ലിപ്സിങ്ക് ചെയ്ത് പാടി അഭിനയിച്ചത്. പിന്നെ ഞാൻ പാടുന്നത് ഈ കരളേന്നിൻ അടിപൊളി. അതിൽ വരികളൊക്കെ ഗംഭീര വരികളാണ് എല്ലാ പാട്ടുകളിലും കേട്ടോ. ഇപ്പോൾ പൂവേ പൂവേ പാല പൂവയാണെങ്കിലും എല്ലാം അതിൽ ഈ ഒരാളെ തേടിക്കൊണ്ടിരിക്കുകയാണ്, ആളെവിടെയെന്നറിയാത്ത ഇരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ആദ്യം വരുന്നൊരു വാക്ക് എൻ ജീവനെ എങ്ങാണ് നീ എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വിനീത് കുമാർ എന്നുള്ളൊരു ആക്ടർ കം ഡാൻസർ എത്രമാത്രം പാട്ടുമായിട്ട് കണക്ട് ആണ്? പാട്ട് ആക്ച്വലി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? കാരണം ഞാൻ ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ച് ചില എനിക്ക് ഇഷ്ടമാണ്, ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ വയലിൻ പഠിച്ചിട്ടുണ്ട് കുറച്ച്, പിന്നെ മൃദംഗം പഠിച്ചിട്ടുണ്ട്. പാടുന്നത് വളരെ കുറവാണ്, പക്ഷേ പാട്ടുകൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കും. ഈവൻ ഇതിനകത്ത് തന്നെ ഞാൻ പിന്നീട് ആണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ എൻ ജീവനെ എങ്ങാണ് നീ എന്നുള്ളത് സോങ് വരുന്നതിന് മുമ്പാണ് കരളേന്നിൻ കൈപിടിച്ചാൽ. അപ്പോൾ ഈ കരളേന്നിൻ കൈപിടിച്ചാൽ പറയുന്നുണ്ട് നീയറിയ യാത്രയുണ്ടോ, നീയറിയ ജന്മമുണ്ടോ എന്ന് നിഖിൽ മഹേശ്വറിൻ്റെ വരികളാണത്. അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ ചോദിക്കുന്നത്, അലീന ചോദിക്കുന്നത് എവിടെയാണ് നീ, അങ്ങനെ ഒരു കണക്ഷനും. അത് കഴിഞ്ഞിട്ട് നീയറിയ ജന്മമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജന്മത്തിലേക്കുള്ള യാത്രയാണ് ശരിക്കും ക്ലൈമാക്സ് എൻഡ് ഷോട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലിറിക്സ് ഭയങ്കര കണക്റ്റഡ് ആണ്, ആ സിനിമയുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. പാട്ടുകളും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. മ്യൂസിക് ഏത് സമയത്തും ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഇത് വെച്ചിട്ടുണ്ടല്ലോ 2 വീഡിയോസ് ഇങ്ങനെ ഏതായിരുന്നു, മന്ദാര ചെപ്പുണ്ടോ? മന്ദാര ചെപ്പുണ്ടോവും പിന്നെ അമ്പലപ്പുഴയും. രണ്ടും ഞാൻ അഭിനയിച്ച പടത്തിലാണ്, ഞാൻ പാട്ടിലില്ലെന്നേ ഉള്ളൂ. അപ്പൊ അതിനോടുള്ള ഇഷ്ടമാണ് അങ്ങനെ പ്ലേ ചെയ്തതല്ലേ? അത് എങ്ങനെയാണ് നോട്ട്സ് എഴുതിയിട്ടുണ്ടായില്ല? അത് ഞാൻ എന്താണെന്നറിയോ, ഞാൻ ഈ ഇൻസ്ട്രുമെന്റ് ആക്ച്വലി അതിന്റെ പേരെന്താണത്? സൈലോഫോണാണ്. ഓക്കെ. അപ്പോൾ അത് ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു ദിവസം വെറുതെ വാങ്ങി വെച്ചതാണ്. എനിക്കിങ്ങനെ ഇൻസ്ട്രുമെൻറ്റ്സ് വീട്ടിലിരിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് വീട്ടിൽ. അപ്പോൾ അത് വെറുതെ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഞാൻ വയ്ക്കും. അപ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷൻ. ചിലപ്പോൾ എവിടെയെങ്കിലും അർജൻറ്റായിട്ട് പോകുമ്പോഴാണെങ്കിൽ പോലും ഞാൻ അവിടെ കുറച്ച് നേരം ചുമ്മാ വായിക്കും. അപ്പോൾ അങ്ങനെ ഈ നോട്ട്സ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചതാണ്. അങ്ങനെ പഠിച്ച് അപ്പോൾ ഞാനിത് ആ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ. പക്ഷെ കുറേ പേര് പറഞ്ഞു നീ ഇതൊക്കെ അയച്ചു തന്നു, പക്ഷെ ഇത് പറ്റണ്ടേ, ഞങ്ങൾക്കത് കയ്യിൽ നിന്ന് വരുന്നില്ല. പക്ഷേ രസമായിരുന്നു. ഈ മഹേശ്വറിൻ്റെ ലുക്ക് മൊത്തത്തിൽ നമ്മൾ ഷെർവാണി പോലെയുള്ള കോസ്റ്റ്യൂംസിൽ വൈറ്റും റെഡും അങ്ങനെയുള്ള കോമ്പിനേഷൻസിലൊക്കെയാണ്, ഒരു ഷോളും കാര്യങ്ങളൊക്കെ അല്ലേ. ഹെയർ ചുരുളിപ്പിച്ചു അന്ന്, അങ്ങനെ ആയിരുന്നോ മുടി? അതിന്റെ കളർ ഡിഫറെന്റ് ആയിരുന്നു അല്ലേ? കളർ ആക്ച്വലി അന്ന് അത് കളർ ചെയ്തതാ. അന്ന് ടെമ്പററി ആയിരുന്നില്ല, ശരിക്കും പെർമനന്റ്. ആ സമയത്ത് കുറേ കാലം എനിക്ക് അത് തന്നെയായിരുന്നു കളർ. ശരി. ബാക്കി കേളി ഹെയർ ആയിരുന്നു എൻ്റെ. കുറച്ച് ലെങ്തി ഹെയർ ആകുമ്പോഴേക്കും അത് ഇച്ചിരി കേളായിട്ട് വരും. അത് പിന്നെ കുറച്ചുകൂടെ എനിക്കൊന്ന് ആ പടത്തിന് ആ സമയത്ത് വേണ്ടി ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ലിറിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കരളേന്നിൻ കൈപിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, അത് അങ്ങനെ ജീവിതത്തിൽ അത് ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യണം, അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആരുടെങ്കിലും പറയാം. അതാണ് കുടുംബകലം ഉണ്ടാക്കണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഫീൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഭയങ്കര റൊമാൻസ് ഇഷ്ടമുള്ള ഒരാളാണ്, പ്രണയം ഭയങ്കരമായിട്ട് മനസ്സിൽ നിറച്ചു വയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള മൊമെന്റ്സുകളൊക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ശരി. അത് ഈ സിനിമയിലൊക്കെ ആണെങ്കിൽ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കണ കേട്ടാൽ ഒരു രക്ഷയില്ല. നമ്മളെ എന്താണ് കാത്തിരുന്നില്ലെങ്കിൽ ഇല്ലാതാവുന്നത് മഹേശ്വരൻ എന്നോടുള്ള വിശ്വാസമാണ്, സ്നേഹമാണ്.
സ്നേഹം ഒരു വിശ്വാസമാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നില്ലേ നമുക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഇന്ന് കാണുന്നവർക്ക് എന്നുള്ളത് അറിയില്ല, പക്ഷേ അതൊരു ഫീൽ തന്നെയാണല്ലേ. ഈ പ്രണയത്തിന് എന്താണെന്ന് പറയുക, ഒരു വലിയൊരു തട്ടിപ്പുണ്ട്. നമ്മളത് ഈ കവികളും നമ്മൾ സിനിമാക്കാരെല്ലാം കൂടെ ഇതിനെ ഭയങ്കര കാൽപ്പനികമാക്കി വെച്ചിട്ടുണ്ട്, ഭയങ്കര ഫാൻറ്റസൈസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പ്രണയം അങ്ങനെയാണ്. അതായത് പ്രണയത്തിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ ആർട്ടിസ്റ്റുകളാണ് പ്രണയത്തിന് ഒരു രൂപത്തിലേക്ക് ആക്കിയതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വരികളൊക്കെയാണ് ഇങ്ങനെയാണ് പ്രണയം എന്ന് തോന്നിച്ചത്. പക്ഷേ പ്രണയം ഒരു എക്സ്പീരിയൻസ് ആണ്. ഓരോരുത്തർക്കും വേറെയാണ്. എനിക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കില്ല വിധയ്ക്ക്, അങ്ങനെ ഓരോരുത്തർക്കും വേറെ വേറെ ഫീലാണ്. ഇതിനകത്ത് അലീനയും നിഖിൽ മഹേശ്വറും അതൊരു എറ്റേണൽ ലവ് ആണ്. അങ്ങനെയൊക്കെ ആർക്കെങ്കിലും പറ്റുമോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. അത് നമ്മളെ കൊണ്ട് പറ്റാത്തത് സിനിമയിൽ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്ടമില്ലേ, അത് ഈ സിനിമയ്ക്കുണ്ട്. ഈ ഒരു ആക്ടർ എന്നുള്ള ജേർണിന്ന് എപ്പോഴാണ് ഈ ഡയറക്ടർ എന്നുള്ളൊരു തോട്ട് അത് പണ്ടേ ഉണ്ടായിരുന്നോ, ഞാൻ തന്നെ സിനിമ ചെയ്യുന്നോ? എനിക്കത് ചെറുപ്പത്തിലേ എൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ച് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഡയറക്ടർ ആവണമെന്നായിരുന്നു എൻ്റെ ഇഷ്ടം. കാരണം അച്ഛൻ ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ വീട്ടിൽ വീഡിയോ ക്യാമറ ഉണ്ടായിരുന്നു. ആ സമയത്ത് അനിയനെയും അനിയത്തിനെയും പിന്നെ അവരുടെ കൂട്ടുകാരെയും നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ വെച്ചിട്ട് ഷോർട്ട് ഫിലിം എന്ന് വിളിക്കാൻ പറ്റില്ല, വളരെ അമച്വർ ആയിട്ടുള്ള ഷൂട്ടും, അത് അന്ന് ഒരു VCR ഒരു VCP വെച്ച് എഡിറ്റ് ചെയ്യുക, അതിന് സൗണ്ട് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു. മേക്കിംഗ് ആ പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയുടെ. അപ്പോൾ ഞാനൊരു 10-15 വർഷമായിട്ട് ഞാൻ അഡ്വർടൈസ്മെൻറ്റ്സ്, ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ എൻ്റെ ഫോക്കസ് ഫിലിം മേക്കർ ആവുക എന്നുള്ളതായിരുന്നു. സിനിമ ചെയ്യണം, എനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സിനിമകൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അഡ്വർടൈസ്മെൻറ്റ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഒരുപാട് കഥകൾ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ തന്നെ കഥകൾ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടില്ല. ഞാൻ അത് എൻ്റെ ഒരു മടിയും അതിൻ്റെ ഒരു ഭാഗമാണ് എഴുതാനിരിക്കാൻ. കാരണം ഞാൻ ആദ്യ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് രഞ്ജിയേട്ടൻ്റെ അടുത്ത് ഞാൻ ആദ്യം പോയിട്ട് 3 എൻ്റെ കഥകളാണ് പറഞ്ഞത്. അപ്പോൾ രഞ്ജിയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് 3 നല്ല രസമുള്ള കഥകളാണ്, നീ അത് വർക്ക് ചെയ്യുക, ഏതാണ് നിനക്ക് ഇതിനകത്ത് ഇപ്പോൾ നീ പറഞ്ഞതിൽ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് കുറേയും കൂടെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്, അത് വർക്ക് ചെയ്ത് തുടങ്ങുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എഴുതാനിരിക്കുകയും പിന്നെ എൻ്റെ മടി ഞാൻ ആ കഥ മാറ്റി വേറൊരു കഥ രഞ്ജിയേട്ടൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ റിപ്പീറ്റ് ആയപ്പോഴാണ് രഞ്ജിയേട്ടൻ പറഞ്ഞത്, എനിക്ക് മനസ്സിലായി നിൻ്റെ പ്രശ്നം നീ ആയിട്ടൊരു സാധനത്തിലേക്ക് എത്തില്ല, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഇതാണ് ഇങ്ങനെ ഒരു കഥ പറയാം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഞാനല്ല സംഭവിക്കുന്നത്. സ്ക്രിപ്റ്റും ഒക്കെ രഞ്ജിയേട്ടനായിരുന്നു കഥ, ഞാനാണ് അത് സ്ക്രിപ്റ്റ് ചെയ്തത്. അത് അത് ഞാൻ പറഞ്ഞില്ല, വേറൊരു സബ്ജക്റ്റായിരുന്നു ആദ്യം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. കാരണം എനിക്ക് അങ്ങനെ ഞാനൊരു കഥ കുറേ നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കുകയും പിന്നെ ഞാൻ കഥ സ്വിച്ച് ചെയ്യും. അങ്ങനെയുള്ള ഒരു ശീലമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ വേറെ റൈറ്റർ സപ്പോർട്ട് എടുത്തു തുടങ്ങിയത്. ആക്ടർ വിനീത് ഓർ ഡയറക്ടർ വിനീത്, ആർക്കാ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുക? ഞാൻ ഒരു കാലം വരെയും ഈ പറയുന്ന ഡയറക്ടർ വിനീതിനെ ഞാൻ കൂടുതൽ ഇതാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് ആക്ട് ചെയ്യുന്നതിൽ. കാരണം മുമ്പ് ഞാൻ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സീൻ ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു റെസ്ട്രിക്ഷൻസ് ഇപ്പോഴില്ല. ഇപ്പോഴത്തെ ഒരു ഫിലിം മേക്കിംഗ് പാറ്റേണിൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യും കൂടെ ചെയ്തപ്പോൾ എനിക്കിത് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി. ഐ മീൻ ക്യാമറ ആയാലും അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത് കുറച്ചുകൂടി ഈസി ആവുകയും ഇപ്പോൾ ഞാൻ ചെയ്ത 2 സിനിമകളും ലാസ്റ്റ് ചെയ്ത 2 സിനിമകളും എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോൾ സൈമൺ ഡാനിയൽ എന്ന് പറയുന്ന സിനിമയും അത് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് ചെയ്ത പവി കെയർ ടേക്കറിൽ ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റൈഫിൾ ക്ലബ് ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, ആ സിനിമയ്ക്ക് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. ഐ മീൻ ആസ് ആൻ ആക്ടർ ആ ടീം, ശ്യാം പുഷ്കരൻ, ദിലീഷ്, ആഷിഖ്, അങ്ങനെ എല്ലാവരുടെയും ഒരു ആ ടീം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് സിനിമകൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഡിയർ ഫ്രണ്ട് ഭയങ്കര ഇഷ്ടമാട്ടോ ആ സിനിമ. ഡിയർ ഫ്രണ്ട് എൻ്റെ ഒരുപാട് ആരാധകരുണ്ട്, ഇഷ്ടപ്പെട്ടവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട തിയേറ്ററിൽ വന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഈ തിയേറ്ററിക്കൽ നമുക്കൊരു വ്യൂയിങ് കൾച്ചറുണ്ട് പ്രേക്ഷകർക്ക്. അത്തരത്തിലുള്ളൊരു കൾച്ചറിൽ നിൽക്കുന്നൊരു സിനിമയല്ല, ഒരു നീഷ് ക്രൗഡിന് വേണ്ടിയിട്ടുള്ള സിനിമയായിട്ട് തന്നെയാണ് നമ്മളതിനെ കൺസീവ് ചെയ്തതും അങ്ങനെ തന്നെയാണ് അതിനെ ട്രീറ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ജൂലൈ 10 തിയേറ്ററിൽ ഇറങ്ങി വളരെ മോശം അഭിപ്രായം ഉണ്ടാവുകയും അടുത്ത നെക്സ്റ്റ് മന്ത് 10 അത് OTT വന്നപ്പോൾ അതിഗംഭീര അഭിപ്രായം ഉണ്ടാവുകയും ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ് പലപ്പോഴും. തിരിച്ചാണ് സാധാരണ ഉണ്ടാവാറ്, തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ടാവും, OTT വരുമ്പോൾ വളരെ മോശം അഭിപ്രായം കിട്ടി അതിനെ ട്രോളി കൊല്ലും. പക്ഷേ ഇവിടെ അത് നേരെ തിരിച്ചാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് അങ്ങനെ വേൾഡ് വൈഡ് ആ സമയത്ത് എല്ലാ സ്ഥലത്തു നിന്നും
ആളുകൾ അവരുടെ ഈ കഥ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം ഒത്തിരി പേർക്ക് ഇതുപോലുള്ള സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരു വിനോദ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആ സിനിമയുടെ ഒരു നെറേറ്റീവ് എപ്പോഴും ഈ പറയുന്ന വിനോദം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണത കിട്ടാതെ അവസാനിപ്പിക്കുകയാണ് ആ സിനിമ. അപ്പോൾ അതുകൊണ്ട് പലരും അത് ഹോണ്ടിങ് ആയിട്ട് 2-3 പ്രാവശ്യമൊക്കെ എനിക്ക് ഗ്യാപ്പ് ഇട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇൻസ്റ്റയിലൊക്കെ. ഇത് പോകുന്നില്ലടോ, ഇതെന്താ ഇങ്ങനെ, ഈ ക്യാരക്ടർ എന്താ ഇങ്ങനെ, പിന്നെ സംശയങ്ങളായി. അങ്ങനെ രസമുള്ള ഒരു എക്സ്പീരിയൻസ്. അടിപൊളി. ഇപ്പോൾ 24 വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിസ്മസ് കാലത്ത് റിലീസായ സിനിമയാണ് ദേവദൂതൻ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ റിലീസാക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനത്തെ ഒരു ഔട്ട് അത്ര കിട്ടാത്തൊരു മൂവിയാണ്. ഇപ്പോൾ ഞാൻ ഗന്ധർവൻ ആ ഒരു കാറ്റഗറിയാണ്. എനിക്ക് തോന്നുന്നു തൂവാനത്തുമ്പികൾ ഒക്കെ അല്ലേ, കാലങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് ആൾക്കാരത് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് റിലേ പോയ, അല്ലെങ്കിൽ കംപ്ലീറ്റ് അതിൻ്റെ വിഷമം ഭയങ്കരമായിട്ട് അനുഭവിച്ച ഒരാൾ അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ സിയാദ് കോക്കർ അദ്ദേഹം തന്നെയാണെന്നുള്ളത് ഓൾറെഡി നമ്മുടെ ഡയറക്ടറൊക്കെ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ആക്ച്വലി ഒരു നല്ലൊരു ആർട്ട് വർക്ക്, നല്ലൊരു സംഭവം, കലയ്ക്കൊരു സത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ മൂവിയുടെ ഒരു പുനർജന്മം സംഭവിക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ അന്ന് ആക്ച്വലി വിനീതേട്ടൻ അന്ന് ഇതിൻ്റെ ഒരു സക്സസ് കാണാൻ പറ്റാത്ത സമയത്ത് അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് ബാധിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ടേ അത് നമ്മുടെ ചില ആളുകളുടെ ക്യാരക്ടറിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ വിജയവും പരാജയവും എന്നെ ബാധിക്കുന്നത് വളരെ ന്യൂട്രലായിട്ടാണ്. അത് പണ്ട് യുവജനോത്സവങ്ങളിൽ ഞാൻ മത്സരിക്കുമ്പോഴായാലും എനിക്ക് പെർഫോം ചെയ്യുമ്പോൾ ഉള്ള ആ സമയത്തുള്ള ഇതല്ലാതെ എനിക്കതിൻ്റെ റിസൾട്ട് ഐ എം ലീസ്റ്റ് ബോധേഡ് ആണ് എപ്പോഴും. ഈ ദേവദൂതൻ്റെ സമയത്ത് എനിക്കുണ്ടായ സങ്കടം എന്ന് പറയുന്നത്, ആ സമയത്ത് ഞാൻ ബാലതാരമായിട്ട് അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ തന്നൊരു സിനിമയാണ്. 2, ഞാൻ ചോദിക്കാതെ, കാരണം സിനിമയിൽ എപ്പോഴും അത് ഇന്നും അങ്ങനെ തന്നെയാണ്, പലപ്പോഴും നമ്മൾ കമ്മിറ്റ് ചെയ്ത പൈസ തന്നെ പല ഘട്ടങ്ങളിൽ നമ്മൾ ചോദിച്ചാലേ നമുക്ക് കിട്ടാറുള്ളൂ പലപ്പോഴും. പക്ഷെ ഇതങ്ങനെ അല്ലാതെ ഞാൻ ഓരോ തവണ ഷെഡ്യൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും കൃത്യമായിട്ട് എനിക്ക് പൈസ തരികയും അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സെറ്റിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ട് അത് അവർക്ക് വിചാരിച്ച രീതിയിൽ എത്താതെ വരികയും അത് മാറ്റി ചെയ്യുകയും, അങ്ങനെ ഒരു സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് ഒന്നും നോക്കാതെ സിയാദ്ക്ക കോക്കേഴ്സ് ഫിലിംസ് അതിന് കൊടുത്തിട്ടുണ്ട്, ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്ലഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൈസ. കാരണം അത്ര ക്ലൈമറ്റ് ഇതായിരുന്നു, പിന്നെ ഡേയ്സ് വളരെ കൂടുതലായിരുന്നു, അത്രയും ബഡ്ജറ്റായൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ആ സിനിമ എനിക്ക് ആ രീതിയിൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഷോ അത് കമേഴ്ഷ്യലി കിട്ടണമായിരുന്നു. എനിക്കെപ്പോഴും അത് ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് പൈസ കിട്ടണം എന്നുള്ളത് എപ്പോഴും നമ്മുടെ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും. പേഴ്സണലി എനിക്ക് ഇപ്പോൾ ഞാൻ അഭിനയിച്ച ഒരു സിനിമ ആയതുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, അതല്ലാത്ത രീതിയിൽ ഞാനത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഈ കാലം നേരത്തെ പറഞ്ഞില്ലേ, പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, ഇത്തരം സിനിമകളൊക്കെ കാലം തെറ്റിയ സിനിമകൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ കാലം അടയാളപ്പെടുത്തുന്ന സിനിമകൾ എന്നാണ് പറയുന്നത്. കാരണം ആ കാലം നമ്മളൊക്കെ ഈ കാലത്തുണ്ടല്ലോ. കാരണം ഞാൻ സിബിസാറിൻ്റെ അടുത്ത് അതാ പറഞ്ഞത്, 42 വർഷം മുമ്പാണ് സിബിസാർ ഈ സിനിമ ചെയ്യുന്നതെങ്കിൽ അന്ന് ഞാൻ ഈ സിനിമയിൽ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ ഇത് ഒരു കാലത്ത് ഇറങ്ങി ആ കാലത്തെ അടയാളപ്പെടുത്തുകയും അതിൻ്റെ അകത്ത് നമ്മൾ ഭാഗമാവുന്നു. വിജിത ആലോചിച്ച് നോക്കും, നമ്മുടെ ഒരു കാലം ഒരുപക്ഷെ ഇനി അടുത്ത ജനറേഷന് വേറെ ആളുകളുണ്ടാവും, പക്ഷെ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. മമ്മൂക്കിയുണ്ട്, ലാലേട്ടനുണ്ട്, എ.ആർ. റഹ്മാനുണ്ട്, ഇളയരാജയുണ്ട്, എല്ലാവരും നമ്മുടെ നല്ല കാലമാണ്. മലയാള സിനിമയുടെ തന്നെ ആലോചിച്ച് നോക്കൂ, സിബി സാറ്, കമൽ സാറ്, പ്രിയൻ സാറ്, ഭരൻ സാർ, പത്മനാഭൻ സാർ, അങ്ങനെ ഒരു വലിയൊരു നിര ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ കാലം അടയാളപ്പെടുത്തുന്ന ഇത്രയും പ്രതിഭകളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭയങ്കര ഭാഗ്യമല്ലേ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് അതാണ്. നമ്മളിപ്പോൾ അന്ന് ദേവദൂതൻ ഞാൻ കണ്ട മാനസിക നിലയിലല്ല ഇന്ന് ദേവദൂതൻ കാണാം. എഗെയിൻ എനിക്കതൊരു തിയേറ്റർ വാച്ച് സാധ്യമാകുന്നു എന്ന് പറയുന്നിടത്ത് ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ ഫിക്സ്ഡ് ആയിരുന്നില്ല അത്രേ അല്ലേ? സിയാദ്ക്ക ഇത് എപ്പോഴോ ഒരു ആക്സിഡൻ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഇത് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ച ക്യാരക്ടറാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഐന്ദൊരു മഹാനുഭാവിലും ഒക്കെ അദ്ദേഹം ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര വലിപ്പമാണ് കാണുമ്പോൾ. അപ്പോൾ ഇപ്പോഴും പറയുന്ന കാര്യം, റീ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും നന്നായിട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്നത് ലാലേട്ടൻ എന്നുള്ളൊരു മഹാപ്രതിഭ അതിൻ്റെ ഭാഗമായതുകൊണ്ട്. കാരണം അന്നും സ്റ്റാറായി നിൽക്കുന്ന ഇന്നും സ്റ്റാറാണ്. അപ്പം അങ്ങനെ റിലീസ് ആകുമ്പോൾ ആൾക്കാർ അത്രയും ഭയങ്കര കരഘോഷത്തോടു കൂടി തന്നെയാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ. ഇവർ രണ്ടുപേരും ആലോചിച്ച് നോക്കൂ, അതായത് ഞാൻ അന്ന് അഭിനയിക്കുന്ന സമയത്തും മമ്മൂക്കിയും ലാലേട്ടനും തന്നെയാണ് മലയാളത്തിൻ്റെ ഏറ്റവും മുകളിൽ. ഇപ്പോഴും അവർ തന്നെ താരങ്ങളായി നിൽക്കുന്നത് കൊണ്ടാണ്
നമുക്ക് ഇത്തരം സിനിമകൾ റീ റിലീസിന് പോസിബിൾ ആകുന്നത്. നമ്മൾ മലയാളം വളരെയധികം എന്താ പറയുക കൊണ്ടാടിയിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ് മൊയ്തീൻ കാഞ്ചനമാല. പക്ഷേ കാഞ്ചനമാലയ്ക്ക് ഒരു പോയിന്റിൽ സിനിമയുടെ വേർഷനിലൂടെ ഞാൻ പേഴ്സണൽ ലൈഫ് അല്ല പറയണത്. കാഞ്ചനമാലയ്ക്ക് ഒരു ടൈമിൽ അറിയാമായിരുന്നു ദാറ്റ് മൊയ്തീൻ ഇനി ഇല്ല, എന്നിട്ടാണ് അത് അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് കാഞ്ചനമാല. പക്ഷേ അലീന എന്ന് പറയുന്നത് ഒരു അൺസർട്ടനിറ്റി, എപ്പോൾ മഹേശ്വർ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒന്നും അറിയാതിരിക്കുന്ന ജീവിതം മൊത്തം അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ രണ്ട് ഇതിൽ നോക്കുകയാണെങ്കിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ കുറച്ച് കൂടുതൽ പെയിൻ എനിക്ക് തോന്നുന്നു അലീനയ്ക്ക് തന്നെയായിരിക്കും അല്ലേ? അത് ഈ കള്ളനൻ കൈ പിടിച്ചാൽ ഒരു വരിയുണ്ട്, പോയി വരുവോളം നിനക്കായി ഞാൻ തരുന്നിതെൻ മനം എന്നാണ് അലീന പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സ് കൊടുത്തിട്ടാണ് ഒരാളെ വിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അത് കാൽപ്പനികമാണ്, ഫാൻറ്റസിയാണ്, ബട്ട് സ്റ്റിൽ അതൊരു ഭയങ്കര ഇൻറ്റൻസ് അല്ലേ അങ്ങനെ ഒരാളെ കാത്തിരിക്കുക. എപ്പോഴും എന്താണെന്നറിയോ, എനിക്ക് എൻ്റെ ഇഷ്ടം ചെറുപ്പത്തിൽ കണ്ടപ്പോൾ ഇഷ്ടമുള്ളൊരു പ്രണയമായിരുന്നു ഗുണ. ഗുണ ആ സിനിമ അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും മാറ്റിവെച്ചാലും എനിക്ക് അയാൾ കമൽ സാറിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രണയം ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു പ്രണയം, അങ്ങനെ പ്രണയിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാലത്ത്. അതേപോലെ തന്നെയുള്ളൊരു പ്രണയമാണ് ഈ അലീനയുടെ. അങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമാണ്. എനിക്ക് നേരത്തെ ഞാൻ പാട്ടിനുമായിട്ടുള്ള കണക്ഷൻ ചോദിച്ചു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, അതിന് ഉത്തരം കിട്ടുമോ നോക്കട്ടെ. മഹേശ്വരാണ് ഉത്തരം പറയേണ്ടത് കേട്ടോ. ഓക്കെ. അലീന സോങ് ഉണ്ടല്ലോ, കരളയെ നിൻ കൈപിടിച്ചാൽ, അതിൻ്റെ രാഗം ഏതാണ്? എനിക്ക് അങ്ങനെ രാഗവിസ്താരം നടത്തി മറ്റേ ടെക്നിക്കലി അറിയില്ല. വൃന്ദാവന സാരംഗ എന്ന് പറഞ്ഞിട്ടുള്ള രാഗം അത്ര ഹിന്ദുസ്ഥാനിയാണോ അത്? അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനും ഭയങ്കര അല്ല, ഞാൻ കേട്ടിട്ടില്ല, കർണാട്ടിക്കിൽ കേൾക്കാത്ത നേരിട്ട് കേൾക്കുന്ന രാഗമല്ല നമ്മളിത് അല്ലേ. വൃന്ദാവന സാരംഗ ഞാൻ അങ്ങനെ ഞാനും കേട്ടിട്ടില്ല. പക്ഷെ അതിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് മഹേശ്വർ ഇത്രയും ഗായകനായിട്ട് ഇതൊരു ഡാൻസർ ആയതുകൊണ്ടും ക്ലാസിക്കൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് കേട്ട ഉടനെ പറയും. അപ്പോൾ അതപ്പോൾ ഇനിയിപ്പോൾ 26 റിലീസ് ആവാൻ പോവുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? കാലം നമുക്ക് വേണ്ടിയിട്ട് കാത്തുവെച്ചൊരു സിനിമയാണ്. വീണ്ടും അത് വരുമ്പോൾ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ വരിക, കാണുക. ഗംഭീര സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയിൽ പറയുന്നൊരു കാര്യം ഞാൻ പറയട്ടെ, കാരണം നമുക്ക് തിയേറ്ററിൽ പോയാൽ ഒരു പക്ഷേ ഇതിൽ പറയുന്ന പോലെ അതൊരു ദൈവ സാന്നിധ്യമാണ്. എന്നും സംഗീതം, എപ്പോഴും സംഗീതം, ആ ഫീല് നമുക്ക്, എനിക്ക് തോന്നുന്നു ഇത് തിയേറ്ററിൽ നിന്ന് എന്നെ പോലെ കാണാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ടായിരിക്കും, അത് മൊത്തം കിട്ടുമായിരിക്കും. അതാണ് ഞാൻ എന്നിലെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, എനിക്ക് ആ സിനിമ 2 തവണ തിയേറ്ററിൽ നിന്ന് കാണണം. ഒരു തവണ എനിക്ക് വെറുതെ സൗണ്ട് മാത്രം കണ്ണടച്ചിരുന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത്രയും അത്ര രസകരമായിട്ടാണ് അതിനകത്തുള്ള ഓർക്കസ്ട്രേഷൻ ആയാലും അതിൻ്റെ കോമ്പോസിഷൻസ് ആയാലും. അപ്പം അത് അറ്റ്മോസ്ഫിയറിൽ സറൗണ്ടിലിരുന്നിട്ട് കാണുക എന്ന് പറയുന്നത്, ഞാൻ പൊതുവേ എനിക്ക് സൗണ്ട് ഡീറ്റെയിലിംഗ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തിയേറ്ററിൽ ഞാൻ മിക്ക സിനിമകളും ഞാൻ തിയേറ്ററിൽ നിന്ന് തന്നെയാണ് കാണാറുള്ളത് കൂടുതലും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് അതൊരു ഫെസ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ആഘോഷിക്കാവുന്ന, മ്യൂസിക്കലി ആഘോഷിക്കാവുന്ന ഒരു സിനിമയാണ്. ദേവദൂതൻ ഫാൻസ് എത്ര ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി യൂട്യൂബിൽ കിടക്കുന്ന പാട്ടുകളുടെയും ഇതിൻ്റെ മൊത്തം സിനിമയുടെയും താഴെ പോയി കമൻറ്റുകൾ വായിച്ചാൽ നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കിട്ടും. ഒരു രക്ഷയിൽ ഇത്രയും ആൾക്കാർ അത് സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഞാൻ വിനീതേട്ടന് വാട്സാപ്പിലൊരു സംഭവം അയച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കൂ. ഒരു ചെറിയ സന്തോഷം ഒരു കമന്റിലൂടെ കിട്ടിക്കോട്ടെ. എന്തായിരുന്നു, കേക്കട്ടെ, എന്തായിരുന്നു ആ കമന്റ്? അതായത് നിഖിൽ മഹേശ്വരനെ അവതരിപ്പിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഞാനാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമന്റാണ്. അത് ആക്ച്വലി അതിനേക്കാളുപരി അതെനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് ചിലപ്പോൾ വേറെ ആക്ടേഴ്സും അതിന് ആപ്റ്റായിട്ടുള്ള ആളുകളുണ്ടാവും, ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്യും. അത് കറക്റ്റായിട്ട് സിബിസാറ്. പിന്നെ ഇതൊക്കെ എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു നിയോഗമാണ്. ഈ സിനിമയ്ക്കുള്ള നിയോഗം പോലെ തന്നെയാണ് നമുക്കെപ്പോഴും ഒരു ക്യാരക്ടറിന്. ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം, നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരണം ഒരു ആർട്ടിസ്റ്റ്, ഇല്ലെങ്കിൽ ഒരാൾ നമ്മളത് റിമൈൻഡ് ചെയ്യിപ്പിക്കണം. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മളൊരാളെ ആ സമയത്ത് കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആയിരിക്കും പക്ഷേ അത് മറ്റാൾ ചെയ്താലും നന്നാവുമായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ വന്നിട്ട് പറയും എന്താ എന്നെ വിളിക്കാൻ, ഞാൻ ചോദിക്കുമ്പോൾ ശരിയായിരുന്നല്ലോ ഇയാൾ വിളിക്കായിരുന്നല്ലോ നമുക്ക് തോന്നും. പക്ഷേ അത് കറക്റ്റ് ഒരു മൊമെൻറ്റിൽ അതൊരാൾക്ക് വേണ്ടി എഴുതപ്പെട്ടതായിരിക്കും. അങ്ങനെ സംഭവിച്ചതാണ്. സിനിമയെ നമ്മൾ ചൂസ് ചെയ്യല്ല, സിനിമ നമ്മളെ ചൂസ് ചെയ്യാന്ന് പറയുന്നതാണ് കറക്റ്റ് അല്ലേ? അത് നമ്മളും അതിനകത്ത് ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, അപ്പോഴേ സിനിമ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മളിലേക്ക് എത്തുള്ളൂ. എനിക്ക് അങ്ങനെ ഒരുപാട് മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര
എന്താ പറയുക, ഒരു ചാൻസ് ചോദിക്കുന്നതിലോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുന്നതിലോ ഞാൻ വളരെ ബാക്കിലായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സൊക്കെ മിസ്സായിട്ടുണ്ട്. എന്നെ കാസ്റ്റ് ചെയ്ത് വെച്ചത് അതിനിടയിൽ വേറൊരാൾ പോയി, അങ്ങനെയൊക്കെ മാറിപ്പോയ ഒരുപാട് ഹിറ്റുകളും ഗംഭീര ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. അപ്പം എനിക്ക് പലപ്പോഴും പറയാനുള്ളത് അതാണ്, അപ്കമിങ് ആക്ടേഴ്സിൻ്റെ അടുത്തായാലും നമ്മൾ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അത് എന്നാലേ അറിയുള്ളൂ, ഓർക്കുള്ളൂ ആ സമയത്ത്. ചോദിക്കണം, ഞാൻ റെഡിയാണ്, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, നമ്മൾ ചോദിക്കുക എന്നുള്ളതല്ല, നമ്മുടെ പ്രസൻസ് അറിയിക്കുക. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ അതിന് ഭയങ്കര വിജയുടെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിജയുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നത് വിജയുടെ ഡാൻസ് കണ്ടിട്ടാണ്. അപ്പോൾ അത് അങ്ങനെ നമ്മളുടെ പെർഫോമൻസുകൾ അല്ലെങ്കിൽ നമ്മുടെ ടാലൻസ് നമുക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അന്നില്ലായിരുന്നു. ഞാനൊക്കെ വരുന്ന സമയത്ത് അന്ന് യുവജനോത്സവങ്ങളും ഈ പറയുന്ന TV ചാനൽസൊക്കെ വളരെ 1-2 ചാനലുകളെ തുടങ്ങിയിട്ട് തന്നെയുള്ളൂ. ദൂരദർശനിലാണ് ആദ്യം, പിന്നെയാണ് ചാനൽസ് വരുന്നത്. അപ്പോൾ ഇന്ന് അതല്ല, ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് അറിയിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഡയറക്ടറെയോ അല്ലെങ്കിൽ റൈറ്ററോ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന അവർ പിന്നെ മേലാൽ ഇയാളെ വിളിക്കണ്ട എന്നങ്ങ് തീരുമാനിക്കും, ബ്ലോക്ക് ചെയ്ത് വെക്കും. അതല്ലാതെ നമ്മളുടെ കഴിവുകളും നമ്മളുടെ ഇതൊക്കെ സ്പേസ് അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിലുള്ള പല ക്യാരക്ടേഴ്സും, മെയിൻ ക്യാരക്ടേഴ്സ്, ഐ മീൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അവരുടെ റീലുകളൊക്കെ കണ്ടിട്ട്, ഞാൻ പോലും എൻ്റെ പടത്തിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഹീറോയിൻസ് എല്ലാം എനിക്ക് ഇൻസ്റ്റ തന്നതാണ്. ഞാൻ ഇൻസ്റ്റയിൽ നിരന്തരം സെർച്ച് ചെയ്തിട്ട് അങ്ങനെ പിന്നെ എനിക്ക് സജഷൻസ് വരുന്നു, അതിനകത്ത് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഓഡീഷൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് അറിയിച്ചാൽ മതി. ഓക്കെ, നോട്ട് ദ പോയിന്റ് ഗൈസ് ആൻഡ് ഗേൾസ്. അപ്പോൾ എല്ലാ ആശംസകളും. വർഷങ്ങൾക്ക് ശേഷം ഇത് ഒരു പുനർജന്മമാണ് ദേവദൂതൻ്റെ. അത് സക്സസ്ഫുൾ ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിതേട്ടൻ.